പറഞ്ഞേ ഓണം. സോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. സോ ഞങ്ങൾ അവരുടെ കൂടെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഒരു ദിവസം മുന്നേ തന്നെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓണത്തിന് ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകണം എന്നുള്ള പ്ലാനിങ് ആണ്. ആൻഡ് എൻ്റെ ബ്രദറും അന്ന് തന്നെയാണ് വരുന്നത് വൈകുന്നേരം. സോ ഇവിടെ നമ്മൾ നാട്ടിലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ആ ദിവസം തന്നെയാണ് എല്ലാം ഫുഡും ഒക്കെ ഉണ്ടാക്കുന്നത്, സദ്യക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്നത്. ബട്ട് ഇവിടെ അങ്ങനെ നടക്കത്തില്ല. സോ നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കും. ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. മുണ്ടും ഒക്കെ ഇട്ട് അച്ഛനെ പോലെ തന്നെ മോനും മുണ്ടിട്ടിട്ടുണ്ട്. അപ്പൂസും റെഡി ആയിട്ടുണ്ട്. സോ മോമോച്ചു ഡാൻസ് കളിക്കുവാണോ? മോമോ ഓണത്തിന് ഡാൻസ് കളിച്ചേ. അതവന്റെ സ്റ്റേജ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് എബിൻ ആൻഡ് ബിൻസി അവരിന്ന് ഞങ്ങളുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ കംഫർട്ടബിൾ ആക്കുന്നിടം വരെ നിങ്ങൾ പോയി ഞാൻ എന്തൊക്കെയാണ് ഓണത്തിന് സദ്യ എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഓണസദ്യക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന അതിൻ്റെ ലിസ്റ്റ്. ഞാൻ ഒരാഴ്ച മുമ്പേ തന്നെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്ലാനിങ് ആയിരുന്നു. യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാണ് ഞാനെല്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തത്. ഞാൻ കുക്കിങ്ങിൻ്റെ ആളെ അല്ല, ബട്ട് കുക്കിംഗ് ചെയ്യാൻ മൂഡുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ബട്ട് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ചേട്ടനാണ്. ചേട്ടൻ എനിക്ക് അരിഞ്ഞു തരും. അല്ലെങ്കിൽ എൻ്റെ വെജിറ്റബിൾസിൻ്റെ പീസസൊക്കെ കാണാൻ വേറെ ഒരു ഷേപ്പായിരിക്കും. അതാണ് ചേട്ടൻ ഏറ്റവും നന്നായിട്ട് അരിഞ്ഞു തരുന്നതുകൊണ്ട് മാത്രം എൻ്റെ വെജിറ്റബിൾസിന് ഒരു ലുക്ക് കാണും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. സോ അങ്ങനെ ഞാൻ എല്ലാം ഒരാഴ്ച മുമ്പേ തന്നെ പ്ലാൻ ചെയ്തു. ആൻഡ് ചേട്ടൻ ഡിസൈഡ് ചെയ്തു ഇതിനകത്തുനിന്ന് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. സോ അതിനകത്ത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പച്ചടിയാണ് ഉണ്ടാക്കിയത്. പൈനാപ്പിൾ പച്ചടി. ഈ കാണുന്നതാണ് പൈനാപ്പിൾ പച്ചടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ നമ്മൾ പയർ തോരൻ, ബീൻസ് തോരൻ, അതും ചേട്ടനാണ് അരിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല ഷേപ്പുണ്ട്. പിന്നെ ബീട്രൂട്ട് പച്ചടി, ഇതും ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ കോവയ്ക്ക മെഴുക്കോട്ടി ഇൻക്ലൂഡ് ആവത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ബട്ട് ഐ ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് വൈ ഐ മെയ്ഡ് ഇറ്റ്. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി, ഇത് കുറേ നാൾ നിൽക്കും, അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാക്കി. ക്യാബേജ് തോരൻ. ആൻഡ് ദെൻ സാമ്പാർ, നമ്മുടെ മെയിൻ ഐറ്റം. ഈ പ്രാവശ്യം നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കി. ആൻഡ് നമ്മുടെ അവിയൽ, അത് പിന്നെ ഇൻക്ലൂഡഡ് ഐറ്റം ആണല്ലോ, അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സാധനം, നമ്മുടെ ശർക്കര വട്ടി, പപ്പടം, പിന്നെന്താ ഞങ്ങൾ മദർലാൻഡ് ഫുഡ്സിൽ നിന്നാണ് എല്ലാം ഈ പ്രാവശ്യം നമ്മൾ മേടിച്ചത് ഐറ്റംസ്. അവിടുന്ന് ഇല മാത്രം അവിടുന്ന് മേടിച്ചില്ല. ഇല നമ്മൾ SP ഫുഡ് ഇമ്പോർട്ടേഴ്സിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാൻ അപ്പത്തിന് മാവും വെച്ചായിരുന്നു. ആൻഡ് ഇതാണ് പവിഴം റൈസ്. നമ്മൾ നാട്ടിലെ തന്നെ മദർലാൻഡ് ഫുഡ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ പവിഴം റൈസും മേടിച്ചത്. പിന്നെ ഈ ആളെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ കുഞ്ഞു ബനാന. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ രാത്രി ഒരു 1:30 മണി 2 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കി തീർത്തത് വെളുപ്പിനെ. ആൻഡ് പായസം അന്നത്തെ ദിവസമാണ് പായസവും നമ്മൾ ചോറും വെച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ മാത്രമല്ല, ചേട്ടനും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പം ചേട്ടൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് കറി ഒരിക്കലും ഉണ്ടാക്കത്തില്ലായിരുന്നു. ഇത്രയും വലിയ സദ്യ ഒരിക്കലും റെഡിയാക്കത്തില്ലായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഫുൾ സദ്യ റെഡിയാക്കി. പിന്നെ എബിനും ബിൻസിയും വന്നപ്പോൾ ഞങ്ങൾ കുറേ നേരം അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു.
നമ്മൾ ലൈഫിൽ ഒത്തിരി ബിസി ആയി പോകുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൂട്ടുകാരോടൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. നമ്മൾ ഒത്തിരി നമ്മളങ്ങനെ ഔട്ടിംഗ് ഒന്നും പോകാറില്ല. എന്നാൽ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. സോ അങ്ങനെ ഇവർ വന്നപ്പോൾ നമുക്കൊരു സന്തോഷമായി. നമ്മൾ എപ്പോഴും നമ്മൾ 4 പേര് മാത്രമാണ് താമസിക്കുന്നത്. അപ്പം നമുക്കൊരു ഹോംലി ഫീൽ വരുമ്പം ഇവരൊക്കെ ഉള്ളപ്പോഴാണ് നമുക്കൊരു ഹോംലി ഫീൽ വരുന്നത്, ഫ്രണ്ട്സൊക്കെ വിസിറ്റ് ചെയ്യുമ്പം. സോ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി പപ്പടമൊക്കെ കാച്ചി ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയമായി. ബിക്കോസ് സ്കൂൾ ടൈം ആണ്, വീക്ക് ഡേ ആണ്. സോ എന്തോ പറഞ്ഞ ആമിക്കുട്ടിക്കും സ്കൂളിൽ പോകണം, അപ്പടൂസിനും സ്കൂളിൽ പോകണം. സോ ഇവരെല്ലാവരും പെട്ടെന്ന് കഴിപ്പിച്ചിട്ട് ഉറക്കാനുള്ള പ്ലാനായിരുന്നു. ബട്ട് എങ്ങനെ ഇവരൊന്നും ഉറങ്ങിയിട്ടില്ല. അന്ന് ഒരു 12-1 മണിയായി എല്ലാവരും ഉറങ്ങിയപ്പോഴത്തേക്ക്. സോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഒരു ട്രോളി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതിനകത്ത് തന്നെ നമ്മളെല്ലാം ഒരു ബോക്സ് വെച്ച് എല്ലാത്തിനകത്തും ആക്കി കുറച്ച് ഐറ്റംസ് ആക്കിയിട്ട് ഞങ്ങൾ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് നമ്മൾ വിളമ്പാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം മോമോജൻ ഭയങ്കര ബഹളമായിരുന്നു. അവന് എങ്ങനെയും ചേട്ടനും ബിൻസിയാണ് വിളമ്പിയത്. ചേട്ടന് നന്നായിട്ട് ഏത് ഐറ്റംസ് എവിടെയൊക്കെ പോകണമെന്നൊക്കെ അറിയാം. എനിക്കിതിനെക്കുറിച്ച് അധികം നോളജ് ഇല്ല. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ആ ഈ സൈഡിലൊക്കെ വെക്കണം എന്നൊക്കെ എനിക്കറിയാം. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. സോ ചേട്ടനും ബിൻസിയാണ് കൂടെ വിളമ്പിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മോമോച്ചൻ ഇവരെ കണ്ടപ്പോൾ മോമോച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവനും കുറച്ച് വിളമ്പണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ വിളമ്പി സദ്യയൊക്കെ ഉണ്ടു. ഇടയ്ക്ക് മോമോച്ചിന് വേണ്ടി TV ചാനൽസൊക്കെ മാറ്റി വെക്കുമായിരുന്നു. കാരണം അവൻ കുറച്ച് സൈലൻ്റായിട്ടിരിക്കുന്ന ആ ഒരു നിമിഷമേ ഉള്ളൂ പാട്ടൊക്കെ കേൾക്കുമ്പം. അങ്ങനെ ഫൈനലി സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസം കുടിച്ചു. പായസം നമ്മൾ അടപ്രഥമൻ ആണ് ഉണ്ടാക്കിയത്. മോമോച്ചിനും ഇച്ചിരി കൊടുത്തു. വയറ് ഫുള്ളാണെന്നാലും നമ്മൾ കുടിച്ചു. ഇന്നത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ കൊള്ളായിരുന്നു? ഓണത്തിന്റെ ദിവസം തന്നെ ഓണസദ്യ ഉണ്ട്. ചേട്ടനോ? ഓണത്തിന്റെ മുമ്പ് തന്നെ ഓണസദ്യ നാട്ടിലെ ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഓണസദ്യ. എങ്ങനെ ഉണ്ടായിരുന്നു ബിൻസി ഓണം? നമ്മുടെ കണ്ണിലുണ്ണിയാണ്. എന്നെ കുറിച്ചൊന്നും പറയണ്ട. വീണ മാത്രല്ല ചേട്ടന്റെയും കൂടെ കൈ ഉണ്ട് അതിനകത്ത്. പിന്നെ വീണനെ പൊക്കോ. അപ്പം ബിൻസിയും എബിനും പോവാണ്. Ami, your dad and mom are going. They're leaving. എന്നാണ് ധ്രുവ? Okay, did you like the sadhya? Yeah. Did you enjoy it? But you did not eat anything. I did. Okay, let's see of them. Come. Ami, did you like the Ona Sadhya? Did you like it? What do you want to say about it? What did you eat? Did you eat something? One piece of rice. Okay, Ami ഒന്നും കഴിച്ചില്ല. പക്ഷെ ആമി സെലിബ്രേറ്റ് ചെയ്തു ഇവിടെ ധ്രുവ ചേച്ചിയുടെ കൂടും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഓണം ഡേ 1 ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളെ ഡേ 2 ആണ്. എന്റെ ബ്രദർ വരും. അപ്പൊ ഞങ്ങൾ അവന്റെ കൂടെയും ഒരു സദ്യ ആയിരിക്കും. അപ്പം ശരി, ബൈ. ഹാപ്പി ഓണം. മോമോച്ചൻ എന്തിയേ പറയണേ? ഹാപ്പി ഓണം പറ. ഓക്കെ. എന്താ മാമ?
അപ്പോഴും അത്തപ്പൂ ഇട്ട് കഴിഞ്ഞോ? ധ്രുവയാണ് ഇട്ടത് അത്തപ്പൂ അല്ലേ? സോ ഗൈസ്, നെക്സ്റ്റ് ഡേ തിരുവോണത്തിന് ദിവസം, നമ്മുടെ മെയിൻ ദിവസം, നമ്മൾ ധ്രുവ സ്കൂളിൽ പോയി. ചേട്ടനും ജോലിക്ക് പോയായിരുന്നു. ബിക്കോസ് അന്നത്തെ ദിവസം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല, ഷിഫ്റ്റ് ഓഫ് കിട്ടിയില്ല. സോ അത് കാരണം, പക്ഷേ ചേട്ടൻ പെട്ടെന്ന് വന്നായിരുന്നു. സോ അന്നത്തെ ദിവസം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൽ എന്തായാലും നമ്മൾ വൈകിട്ട് ദീപാരാധനയ്ക്ക് പോകത്തുള്ളതെന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു. വെളുപ്പിന് എന്തായാലും നമുക്ക് സമയമില്ല, ബിക്കോസ് സ്കൂളിലും പോകണം, ചേട്ടന് ജോലിക്ക് പോകണം. അങ്ങനെ നമ്മൾ വൈകുന്നേരമാണ് എല്ലാ പരിപാടിയും ചെയ്തത്. നമ്മൾ അത്തപ്പൂ വരെ ഇട്ടത് വൈകുന്നേരമാണ്. ധ്രുവയ്ക്കായിരുന്നു ആഗ്രഹം അത്തപ്പൂ ഇടണമെന്ന്. സോ ധ്രുവ ഫുൾ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. വിഷ്ണു ഓൾറെഡി നമ്മൾ ന്യൂ മാർക്കറ്റിലാണ് താമസിക്കുന്ന വിഷ്ണു. അവൻ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് അമ്പലത്തിലേക്ക് വന്നു. ആൻഡ് ദെൻ വൈകുന്നേരം വീട്ടിലേക്ക് ഒന്നിച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. മോമോച്ചനെ കൈ പിടിച്ചില്ലെങ്കിൽ മോമോച്ചൻ ഇറങ്ങി ഓടും. ബേസ്മെൻറ്റിൽ എപ്പോഴും വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവനെ എപ്പോഴും കൈ പിടിച്ചുകൊണ്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ ലേറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ അത് കാരണം 1.5 മണിക്കൂറാണ് നമുക്ക് ഡിസ്റ്റൻസ് കാണിച്ചത്. സാധാരണ 45 മിനിറ്റ്സ് ആണ് ഇവിടുന്ന് ഗുരുവായൂർ ടെമ്പിളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ബട്ട് ഇന്ന് 1.5 മണിക്കൂറാണ് കാണിച്ചത്. കാരണം വീക്ക് ഡേയും കൂടെ ആണ്. ഞങ്ങൾ 407 ETR എക്സ്പ്രസ് റോഡ് വേ എടുത്തിട്ട് ഞങ്ങൾ 10 മിനിറ്റ് ലേറ്റായി. ദീപാരാധന തുടങ്ങി ഓൾറെഡി. വിഷ്ണു ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവൻ ഈസിലി അവിടെ എത്തി, പെട്ടെന്ന് എത്തി. ഞങ്ങളിപ്പോഴും എത്താറാവുന്നേ ഉള്ളൂ. സോ ഞങ്ങൾ എത്തി. Turn left, then your destination will be on the right. ആൾക്കാർ എത്തുന്നേ ഉള്ളൂ. സോ വി ആർ ഗുഡ്. സോ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ദീപാരാധനയുടെ ഇടയ്ക്കാണ് നമ്മൾ എത്തിയത്. നമ്മൾ 407 ETR എക്സ്പ്രസ് ടോൾ വേ റൂട്ട് എടുത്തിട്ടും നമ്മൾ ഒരു 5-10 മിനിറ്റ് ലേറ്റായി. ബട്ട് വി വെയർ ഏബിൾ ടു മേക്ക് ഇറ്റ്. ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിനകത്തൊക്കെ ഇരുന്നു. അർച്ചനയൊക്കെ അപ്പുഡൂസിൻ്റെയും മോമോജിൻ്റെയും പേരിലൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പായസം കിട്ടി അവിടെ അമ്പലത്തിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഓണമല്ലേ, അപ്പം ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് വീഡിയോസും ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ളിടം വരെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ സെഷനൊക്കെ ചെയ്തു അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിൽ പോയി. അങ്ങനെ ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച്, സദ്യയൊക്കെ ഉണ്ട്, സംസാരിച്ച് അന്നത്തെ ഓണം നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ ഡിസൈഡ് ചെയ്തതുപോലെ തന്നെയാണ് നടന്നത്. നമുക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഫാമിലി കൂടെ ഇല്ല. ബട്ട് സ്റ്റിൽ വി സെലിബ്രേറ്റഡ് ഇറ്റ്. ആൻഡ് യെസ്, ദിസ് വാസ് ഹൗ വി സെലിബ്രേറ്റഡ് അവർ ഓണം.